ഹലോ, ഇത് നമ്മുടെ ഗ്രിൻഡൽ വേംസ് ആണ് കേട്ടോ. നമ്മുടെ മൊയിന പോലെ തന്നെ നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാണ്ട് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലൈവ് ഫിഷ് ഫുഡാണ്. ഇതപ്പോൾ നമുക്ക് എങ്ങനെ കൾച്ചർ ചെയ്യാമെന്ന് നോക്കാം. സീബ്ര, പ്ലാറ്റി, ബെറ്റാസ്, ഗപ്പീസിനൊക്കെ നല്ലോണം ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീനുള്ള ഫുഡാണ് കേട്ടോ അത്യാവശ്യം. അപ്പോൾ ഇതുപോലത്തെ ഞാനിവിടെ ഒരു 12 ബോക്സിലാണ് കേട്ടോ ചെയ്യുന്നത്. ട്രാൻസ്പെറൻറ്റ് ബോക്സ് ആയാലും കുഴപ്പമില്ല, അല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു ചകിരിച്ചോറാണ് വേണ്ടത്. നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ, കോക്ക്പീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിലൊന്ന് നനയ്ക്കുക. ആദ്യം ഈ ഒരു രീതിയിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ബോക്സിലേക്ക് ഇതുപോലെ ഒന്ന് നമ്മുടെ നിറച്ച് കൊടുക്കുക. ഏകദേശം ഒരു അര ഇഞ്ച് ഹൈറ്റിൽ ഇത് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം ഒന്ന് അമർത്തി വെക്കുക കേട്ടോ. അധികമായിട്ട് അമർത്തേണ്ട, ഒന്ന് ജസ്റ്റ് പരന്നിരിക്കുന്ന രീതിയിലൊന്ന് അമർത്തി കൊടുക്കാം എല്ലാ ഭാഗത്തും. ഞാനിവിടെ ഏകദേശം ഒരു 12 ബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓട്സിലാണ് കേട്ടോ ഞാനിപ്പോൾ കൾച്ചർ ചെയ്യുന്നത്. ഓട്സ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്ന ക്യാറ്റ് ഫുഡ് അല്ലെങ്കിൽ ഡോഗ് ഫുഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഗ്രേവി ടൈപ്പല്ല, അല്ലാതെ ഡ്രൈ ഫുഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഈ ഒരു അളവിൽ ഓട്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ബോക്സിൽ തന്നെ 2 ഭാഗത്തായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇത്രയും അളവിൽ നമ്മുടെ ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്സ് ഒന്ന് നനച്ച് കുതിർത്തി കൊടുക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് ആദ്യം തന്നെ കുതിർത്തിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രോപ്പർ വെച്ച് ഒന്ന് 2-3 തുള്ളി ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് കുതിരാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഓട്സ്. എന്നിട്ട് നമുക്കൊരു സ്റ്റാർട്ടർ കൾച്ചർ വേണം ഗ്രിൻഡൽ വേമിൻ്റെ. ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഡ്രോപ്പറിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തായിട്ട് ഓട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സ്ഥലത്ത് തന്നെ ഇടാൻ നോക്കുക. മാറി കിടക്കാതെ ശ്രദ്ധിക്കുക, അത് ഫംഗസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി നനച്ചിട്ട് ആ നനവോടുകൂടിയ തന്നെ നമുക്കൊന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്നല്ലെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് അതിലിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ അടപ്പിൽ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇത്രയും ഹോൾസ് ഇടണമെന്നില്ല, ഞാൻ ഇട്ടത് ഇച്ചിരി കൂടിപ്പോയതാണ്. ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു 3-4-5 ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി, ചെറിയ രീതിയിൽ എയർ സർക്കുലേഷന് വേണ്ടിയാണ്. എന്നിട്ട് ആ ഹോൾസ് ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈച്ച ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ, എയർ സർക്കുലേഷനും വേണ്ടിയാണ്. അപ്പോൾ ഇത് വന്നിട്ട് 4 ഭാഗത്ത് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് കണ്ടിട്ട് നേരെ അടച്ചു വെക്കുക. ഇത് നമുക്ക് ഇൻഡോറിലായിട്ടും ചെയ്യാം കേട്ടോ. അധികം സൺലൈറ്റ് ഒന്നും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇതിന്. ഇതൊന്ന് ഇൻഡോറിലായിട്ട് ചെയ്യാം, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ 12 ബോക്സിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൾച്ചർ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ വരുന്ന ദിവസങ്ങളിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ ചാനലിൽ.